ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:35 യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്താണെന്നോ? ഒരു കൂട്ടുകാരനുണ്ടായിരിക്കുക, മനസ്സിൻ്റെ ഭാരങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഒരു വിശ്വസ്ത സ്നേഹിതൻ. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റി പ്രഭാഷകന്റെ പുസ്തകം 6:8 ഇപ്രകാരം പറയും: സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്, അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കൈക്ക് നല്ല വേദനയുണ്ട്, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വരണം. ഓക്കെ എന്ന് പറഞ്ഞ് മദറിൻ്റെ അനുവാദത്തിന് വേണ്ടി ഞാൻ മടത്തി ചെന്നു, മദറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ, കൈ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ, എന്താ ചെയ്യണ്ടേ? ഉടനെ തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു, നോ, വേണ്ട. അന്നു മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൈവേദന കുറയാൻ തുടങ്ങി. ഇന്ന് കൈക്ക് ഒരു തരി പോലും വേദനയില്ല. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ ഒരു ദിവ്യകാരുണ്യത്തിലെ വിശ്വസ്തനായ സ്നേഹിതനാണ് നിധി എന്ന് കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 നില ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമുള്ള ഒരു തെങ്ങിൽ നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന വഴി എൻ്റെ തലയിലേക്ക് തേങ്ങ വീണു. തേങ്ങ വീണ ശേഷം ഞാൻ തെറിച്ചു വീണു. എന്നെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും ഉണ്ടാക്കി ഒബ്സർവേഷൻ ഇട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും ഒരു ചില്ലിൻ്റെ അപ്പുറം നിന്ന് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. നമുക്കറിയാം, ICUവിൽ നമ്മുടെ അടുത്തേക്ക് ആരെയും കയറ്റില്ല. അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ചങ്കിലിരിക്കുന്ന സ്നേഹിതനായ കർത്താവിൻ്റെ ഒരു സ്വരം ഞാൻ ഇപ്രകാരം കേട്ടു: മോളെ, ഇപ്പോൾ നിൻ്റെ അടുത്ത് ആരുണ്ട്? നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ പെറ്റമ്മയ്ക്ക് പോലും നിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിന്റെ തളർച്ചയിൽ നിന്നെ കൂട്ടിരിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ സർട്ടിഫിക്കറ്റുകൾക്ക് സാധിക്കുമോ? നിന്റെ ബന്ധുക്കൾക്ക് സാധിക്കുമോ? നിന്റെ പെറ്റമ്മയ്ക്ക് സാധിക്കുമോ? അന്ന് ഈശോ ഒരു ചോദ്യം ചോദിച്ചാൽ, എന്താ വിശുദ്ധ കുർബാന? നിന്റെ സർട്ടിഫിക്കറ്റ്, നീ ജീവിതത്തിൽ നേടിയ ആ അറിവുകൾ നിന്നെ സഹായിക്കുമോ? നിന്റെ പ്രിയപ്പെട്ട പെറ്റമ്മയ്ക്ക് പോലും ഒരുപാട് സ്നേഹം നിന്നോട് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നിനക്ക് കൂട്ടുകാരുണ്ടായിരിക്കാം, നിനക്ക് നിന്റെ കൂടെ നിൽക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പരിധിയുണ്ട് അവർക്കൊക്കെ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്. തളരുമ്പോഴും തകരുമ്പോഴും കൂടെ ഇരുന്ന് ഒരു വീഞ്ഞായി, എണ്ണയായി, മുറിവുകളിൽ സൗഖ്യമായിട്ട് അത് വീഞ്ഞും എണ്ണയും പുരട്ടിക്കൊണ്ട് നല്ല സമറയനാവാൻ സാധിക്കുന്നവൻ ദിവ്യകാരുണ്യ ഈശോയാണ്. ഈ നിധി കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1337 ഖണ്ഡിക, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷണ സമയത്ത് അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്തു. അവർക്ക് ഈ സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1337 ഖണ്ഡിക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഈ സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും, ആ വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം, ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും വേണ്ടി ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ നിധി കണ്ടെത്തുന്നതിന്, ഈ ആത്മാർത്ഥ സ്നേഹിതനെ കണ്ടെത്തുന്നതിന്, ഈ ആത്മാർത്ഥ സ്നേഹം അനുഭവിക്കുന്നതിന് 2 കണ്ടീഷൻസ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:35 പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ അടുക്കൽ വരണം. എൻ്റെ അടുക്കൽ വന്നാലാ വിശപ്പ് മാറുള്ളൂ. എന്നിൽ വിശ്വസിച്ചാലാ ദാഹം മാറുള്ളൂ.
ഇപ്പോൾ 2 കണ്ടീഷൻസ് ഉണ്ട്. എൻ്റെ അടുക്കൽ വരണം, എന്നെ വിശ്വസിക്കണം. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അവർക്ക് ഫെല്ലോഷിപ്പിന് ജോയിൻ ചെയ്യണം. അപ്പോൾ അവർ എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതി നല്ല റാങ്കൊക്കെ കിട്ടി. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ആലോചന ചോദിക്കുന്ന ഡോക്ടർ ആരാധനയുടെ മുമ്പിൽ ചെന്നിരുന്നു, ഈശോയെ ഏത് ഹോസ്പിറ്റൽ ഓപ്ഷൻ കൊടുക്കണം? ഈശോ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഈശോ സജസ്റ്റ് ചെയ്തുള്ളൂ. അവർ അതനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റൽ മാത്രം ഓപ്ഷൻ കൊടുത്തു. നമ്മുടെ ഈ റിസൾട്ട് വന്നപ്പോൾ, കൗൺസിലിങ്ങിൻ്റെ ആ ലിസ്റ്റ് വന്നപ്പോൾ ഇവരുടെ പേരില്ല. 1ാമത്തെ കൗൺസിലിംഗ് ലിസ്റ്റ് വന്നു, 2ാമത്തെ വന്നു, 3ാമത്തെയും വന്നിട്ട് ലിസ്റ്റിൽ പേരില്ല. അവർക്ക് ആ കൺഫ്യൂഷനായി. ഈശോ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലല്ലേ, പക്ഷേ ഇതിൽ പേര് വരുന്നില്ല. വീണ്ടും കർത്താവിൻ്റെ അടുത്ത് ആലോചന ചോദിക്കാൻ ദിവ്യകാരുണ്യ ആരാധനയുടെ അടുത്ത് പോയിരുന്നു. വീണ്ടും കർത്താവ് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ മാത്രമേ, ആ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാതെ ആ ഹോസ്പിറ്റൽ മാത്രമേ മതിയെന്നേ. അപ്പോൾ ഇവർക്ക് ആ കൺഫ്യൂഷനായി, 3 ലിസ്റ്റിലും പേരില്ല. പിന്നെന്താ ഈശോ വീണ്ടും ഇങ്ങനെ പറയുന്നത്? അവർ വെയിറ്റ് ചെയ്തു. എന്ത് സംഭവിച്ചു എന്നാ, ആ ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കേണ്ട ഒരു വ്യക്തി, ആൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിലൊരു വേക്കൻസി വന്നു. ഈ ഡോക്ടറിന് അത്ഭുതകരമായിട്ട് ഓപ്ഷൻ കൊടുത്ത ഹോസ്പിറ്റൽ കിട്ടി. വിശ്വസ്തനായ ഒരു സ്നേഹിതൻ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന്, ചങ്കിലിരുന്ന് സ്നേഹിക്കാൻ കഴിയുള്ള ഒരു വിശ്വസ്ത സ്നേഹിതൻ ദിവ്യകാരുണ്യത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. അവൻ സഹയാത്രിയാണ്. അവൻ തളരുമ്പോഴും തകരുമ്പോഴും അവൻ കൂടെയിരിക്കുന്ന ദൈവമാണെന്നും കണ്ണീരൊപ്പുന്ന ദൈവമാണെന്നും കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്ന 2-3 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് അധികം ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോവും. വിശുദ്ധ കുർബാനയിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ക്ലേശകരമായ ജീവിതയാത്രയിൽ ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്ത് ശക്തിപ്പെടുത്തിയ അതേ ദൈവം തന്നെ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ആ വ്യക്തി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി തിരുവോസ്തിയിലുള്ള കർത്താവിനെ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ സാധ്യതയില്ലാന്ന് തോന്നുന്ന 2-3 പേര് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച സ്ഥാപനത്തിൽ അവിടെ നിന്ന് മുട്ടുകുത്തി നിൽക്കും. നീണ്ട സമയം മുട്ടുകുത്തി നിന്നു. കാരണം ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യണല്ലോ, കുറേ പേര് ഇൻ്റർവ്യൂവിനുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല, പക്ഷേ കർത്താവിൻ്റെ വലിയ ഇടപെടൽ ആ കുടുംബത്തിലേക്കുണ്ടായി. ആ വ്യക്തിയെ മാത്രം സെലക്ട് ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പഠനമോ അറിവോ അല്ല, പരിശുദ്ധ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ എന്നും ഈശോയെ അന്വേഷിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടമായിരുന്നു. മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വ്യക്തി, ഒരു ചേച്ചി, അവരുടെ വീട്ടിൽ ഭർത്താവ് ഭയങ്കര മദ്യപാനമുള്ളൊരു വ്യക്തിയാണ്. ആ ചേച്ചിക്ക് ആ വീട്ടിൽ നിന്ന് ആ ചേച്ചിയെയും മക്കളെയും ഇറക്കി വിട്ടു. എന്നും പരിശുദ്ധ കുർബാനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക, ഈശോയെ ഇടപെടണേ, ഈശോയെ ഇടപെടണമെന്ന്. വിശ്വസ്ത സ്നേഹിതനായ തമ്പുരാൻ, ജീവിതയാത്രയെ കൈവിടാത്ത ഒരു ദൈവം, എൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു ദൈവം, കഷ്ടങ്ങൾ ഒപ്പുന്ന ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് ബോധ്യപ്പെട്ട ആ ചേച്ചി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എന്നും കരയുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനുവരി 23, 2025 ജനുവരി 23 ആ ചേച്ചിക്ക് നല്ലൊരു വീട് നൽകി. ഈശോ തന്നെ ആ ഡേറ്റ് പറഞ്ഞു, ജനുവരി 23 വീട് വെഞ്ചിരിക്കണം എന്ന് ഈശോ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. ഇത് ചേച്ചി കരഞ്ഞു തുടങ്ങിയിട്ട് ഒരു 4 മാസം മുമ്പ് കരഞ്ഞു തുടങ്ങിയതാ. 4 മാസം മുമ്പ് ഈശോ പറഞ്ഞു കൊടുത്തു, 4 മാസം കഴിയുമ്പോൾ ജനുവരി 2025 ജനുവരി 23 നിനക്കൊരു വീട് ഞാൻ നൽകും. ഒരിക്കലും കൈവിടാത്ത ഒരു സ്നേഹിതൻ. അതാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1337 ഖണ്ഡികയിൽ ഒരിക്കലും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് വേർപിരിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച തമ്പുരാൻ, ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1391 ഖണ്ഡിക. ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രധാന ഫലം യേശു ക്രിസ്തുവുമായുള്ള ഉറ്റ ബന്ധമാണ്. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഒന്നുകൂടി നമുക്കത് കേൾക്കാം. സഭയുടെ ഔദ്യോഗിക പഠനം ഒന്നുകൂടി കേൾക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1391 ഖണ്ഡിക. ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രധാന ഫലം യേശു ക്രിസ്തുവുമായുള്ള ഉറ്റ ബന്ധമാണ്.
യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇവിടെ സഹോദരങ്ങളെ, തിരുവോസ്തിയായി കർത്താവ് ഉള്ളിൽ വരുമ്പോൾ പിന്നെ ഒരു പരീക്ഷ എഴുതുമ്പോൾ ഈശോ ഉത്തരം പറഞ്ഞു തന്നോളും. പിന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈശോ ഉത്തരം പറഞ്ഞോളും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഡോക്ടറേറ്റിൻ്റെ ഒരു കോഴ്സ് വർക്ക് എക്സാം ഉണ്ട്. ആ പരീക്ഷയ്ക്ക് പഠിച്ച് ഒരുപാട് വലിയ സമുദ്രം പോലത്തെ സിലബസ് പഠിച്ചൊന്നും എത്തില്ല. പക്ഷെ ഒരു വിധത്തിലൊക്കെ വായിച്ചെത്തിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നു. പക്ഷേ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ കർത്താവ് എല്ലാ സബ്ജക്റ്റും അറിയുന്ന ആളാണ്. എൻ്റെ വിഷയം കെമിസ്ട്രിയാണ്. പക്ഷേ ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൻ്റെ ഉടയവന് എല്ലാ വിഷയവും അറിയുന്ന എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയശോട് പറഞ്ഞു, എന്നതാണ് ക്വസ്റ്റ്യൻ, ആൻസർ എന്നതാ പറഞ്ഞു തരണം കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈശോ ഓരോന്നിനും ഉത്തരം പറഞ്ഞു തരാണ്. അത്ഭുതകരമായിട്ട് പറയട്ടെ, ആ കോഴ്സ് വർക്കിന് ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി യൂണിവേഴ്സിറ്റി ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈശോയ്ക്ക് മഹത്വമല്ലാതെ മറ്റൊന്നുമില്ല പറയാനായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ദിവസം യാത്രയിൽ ഒരു സഹോദരനെ കണ്ടു, ഒരപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാണ്? എൻ്റെ മോളെ നഴ്സിങ്ങിന് കൊണ്ട് ചേർത്തേക്കാം. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ആ സ്ഥലമൊക്കെയും? നല്ലതാണ്, പക്ഷെ ഒരു ഉൾപ്രദേശമാണ്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, പരിശുദ്ധ കുർബാനയുണ്ടോ അവിടെ? ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ പരിശുദ്ധ കുർബാനയൊന്നും കിട്ടാൻ സാധ്യതയില്ല സിസ്റ്റർ. പിന്നെ അങ്ങനെ കിട്ടിയാൽ തന്നെ കോളേജുകാർ വിടില്ല, അതുകൊണ്ട് സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഉൽപ്പത്തി 13-ാം അധ്യായം. പണവും പ്രശസ്തിയും നേട്ടങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് ഫലഭൂയിഷ്ടമായ ദേശം തിരഞ്ഞെടുത്ത ലോത്ത് പിന്നീട് അതൊക്കെയും വേണ്ടെന്ന് വെച്ചിട്ട് സൊദോം ഗൊമോറ നശിപ്പിച്ച സമയത്ത് വേണ്ടെന്ന് വെച്ച് തിരിച്ചോടേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, തൊട്ടടുത്ത ഇടവകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ നമ്മളെ കാണാൻ കൊതിയായിട്ട് പൊന്നുതമ്പുരാൻ അപ്പമായിട്ട് ഇറങ്ങി വരുമ്പോൾ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കും മറ്റു നേട്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ബലിപീഠത്തെ നിസാരമായി കരുതുന്ന നമ്മുടെ ആ അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിന് മാറ്റം വരുത്തണ്ടേ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ആരാധനയുടെ ഔന്നിത്യവും എളിമയുടെ ആശ്ചര്യവും വിനയത്തിൻ്റെ കൊടുമുടിയുമായ ലോകൈകനാഥൻ കർത്താവായ ക്രിസ്തു നമ്മുടെ ശക്തിക്കായി ആത്മരക്ഷയ്ക്കായി ഒരു അപ്പക്കഷ്ണത്തിൽ എളിമയോടെ വസിക്കുന്നു. ആരാധനയുടെ ഔന്നിത്യവും എളിമയുടെ ആശ്ചര്യവും വിനയത്തിൻ്റെ കൊടുമുടിയായ ലോകൈകനാഥൻ കർത്താവായ ക്രിസ്തു നമ്മുടെ ശക്തിക്കായി ആത്മരക്ഷയ്ക്കായി ഒരു അപ്പക്കഷ്ണത്തിൽ എളിമയോടെ വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഡോക്ടറേറ്റിൻ്റെ ഒരു 2ാമത്തെ പേപ്പർ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത് തരുന്നില്ല. പേപ്പർ പബ്ലിഷ് ചെയ്തു. പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതും തീസിസിൻ്റെ ഹെഡിങ്ങും അതുപോലെ തന്നെ ആ അക്നോളജ്മെൻറ്റിൽ ഏത് വചനം വെച്ച് തുടങ്ങുന്നതൊക്കെ ഈശോ പറഞ്ഞു തന്നു. വിശുദ്ധ കുർബാനയിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദിവ്യകാരുണ്യത്തിൽ തിരുവോസ്തിയായ തമ്പുരാൻ സംസാരിക്കുന്ന ദൈവമാണ്. ഈ ബോധ്യം കിട്ടിയതിനാൽ ഞാനിത് ഈ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്തിട്ട് തരാതപ്പോൾ ഞാൻ ആരാധനയിൽ പോയിരുന്നു. ഈശോയെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പരിചയമുള്ള ഒരു സാറുണ്ട്, പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ്, അദ്ദേഹം വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആരാധനയിൽ പോയിരുന്നു. അവിടെ ചെന്ന് ഇപ്പോൾ ഒരു സ്വരം കേട്ടു, ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോവുക. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഡോറ് കടക്കുമ്പോൾ ഒരു വ്യക്തി നിൻ്റെ അടുത്തേക്ക് വരും, അദ്ദേഹത്തോട് കാര്യം പറയുക. തിരിച്ച് പോന്നോളാം, അവിടെ റിസർച്ച് സെക്ഷനൊക്കെ ഉണ്ട്, അവിടേക്കൊന്നും പോകണ്ട, ഈ സാറിനോട് മാത്രം കാര്യം പറഞ്ഞിട്ട് പോന്നു. ഞാൻ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ആരാധനയിൽ ഈ സ്വരം കേട്ട ഉടനെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് മെയിൻ ഡോറ് കടക്കുമ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ മോളിൽ നിന്ന് ഒരു വിളി. ഞാൻ നോക്കിയപ്പോൾ എന്നെ പണ്ട് ഞാൻ പരിചയപ്പെട്ടൊരു സാറ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ സിസ്റ്റർ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല സാറേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഡോണ്ട് വറി, ഐ വിൽ അപ്ഡേറ്റ്, യു ഗോ ബാക്ക്. ഈശോ പറഞ്ഞു അതേ വാചകം, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം, നീ തിരിച്ചു പോക്കോ. ഞാൻ ഓർക്കാം, ഡോക്ടറേറ്റിൻ്റെ അവാർഡ് അത് ഡിക്ലെയർ ചെയ്യണ ആ സമയം വരെ എനിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ കർത്താവ് ഒരുക്കിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് കർത്താവ് ഓരോ കാര്യങ്ങളും പേപ്പറുകളൊക്കെ നീക്കിയത്. ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ കഷ്ടതയിൽ, നിന്റെ ജീവിതയാത്രയിൽ സഹയാത്രിക ഉണ്ടെന്ന് അറിയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇതല്ലേ നമ്മൾ കണ്ടെത്തേണ്ട നിധി. മറ്റൊരു സംഭവം ഓർക്കുകയാണ്, കൂടെയൊരുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ അറിയുന്ന ഒരു ചേച്ചി, അവരുടെ വീട്ടിൽ രാത്രി വെളുപ്പിന് 2 മണിക്ക് ഒരു വലിയ ശബ്ദം കേട്ടു. ഈ ചേച്ചിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഒറ്റ ദിവസം പരിശുദ്ധ കുർബാന മുടങ്ങില്ല. തിരുവോസ്തിയിൽ
ഈശോ ജീവനുള്ള ദൈവമാണ് വരുന്നത് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന സംഭവങ്ങൾ പോലും ഈ ചേച്ചിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ ഈശോ പറഞ്ഞു കൊടുക്കും, ഈശോ സംസാരിക്കും. തിരുവോസ്തി നാവിൽ വെച്ചുകൊണ്ട് ഈശോ സംസാരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ചേച്ചി വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റപ്പോൾ വലിയൊരു ശബ്ദം കേട്ടാ എഴുന്നേക്കുന്നത്. ചേച്ചിയുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഹസ്ബൻഡ് മരിച്ചു, ഒരു മോനുള്ളത് അച്ഛനാവാൻ പോയി, പിന്നെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ എന്താണ് ഈ സൗണ്ട് എന്ന് കേട്ട് നോക്കിയപ്പോൾ ജനല തുറന്ന് നോക്കിയപ്പോൾ വലിയൊരു തെങ്ങ് ഈ ചേച്ചിയുടെ വീടിൻ്റെ മേലേക്ക് വീണ് കൊടുങ്ങുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ആ തെങ്ങ് ഈ വീടിൻ്റെ മേലേക്ക് വീണ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വീട് മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ ഈ ചേച്ചി ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ നിന്നു. ആ സമയത്ത് ഈശോ പറഞ്ഞ, ഇന്നും എന്നും കൂടെയിരിപ്പാൻ അപ്പമായവൻ, ഇന്നും എന്നും കൂടെയിരിപ്പാൻ അപ്പമായവൻ. അപ്പോൾ ചേച്ചി ഒരു കാഴ്ച കണ്ടു. ഈ തെങ്ങ് നേരെ വീടിൻ്റെ അവിടേക്ക് വന്ന തെങ്ങ് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി വീണു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മരണനിമിഷം വരെയുള്ള തീർത്ഥാടനത്തിലുള്ള അപ്പമാണ് പരിശുദ്ധ കുർബാന. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ പല അസുഖങ്ങൾ വന്ന സമയത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ ഈശോ തന്ന സമയം, മറ്റാർക്കും ഇടപെടാൻ കഴിയാത്ത മാനസിക ശാരീരിക ആത്മാവിലുള്ള സമഗ്ര വിമോചനം തരുന്ന ഒറ്റമൂലിയ പരിശുദ്ധ കുർബാന. PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല നടുവേദനയായിരുന്നു. മണിക്കൂറുകളിരുന്ന് അതിൻ്റെ തീസിസിൻ്റെ വർക്ക് ചെയ്യണം. ഒരു ദിവസം ആരാധനയുടെ മുമ്പിലിരുന്ന്, കർത്താവേ പറ്റുന്നില്ല ഇരിക്കാനായിട്ട്. ഈശോട് ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണെന്ന് വചനം ഏറ്റുചൊല്ലാൻ പറഞ്ഞു. ആ വചനം അവിടെ ഇരുന്ന് ഒരു ജപമാല പോലെ 59 പ്രാവശ്യം ഏറ്റുചൊല്ലി പിന്നെ എൻ്റെ വർക്ക് ചെയ്യാൻ പോയി. അതിനുശേഷം ആ നടുവേദനയുടെ ബുദ്ധിമുട്ട്, ആ തീസിസിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനും 6-7 മണിക്കൂർ ഇരുന്നാലും ടൈപ്പ് ചെയ്യാനും അതെല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചില ഭയങ്ങൾക്കൊക്കെ അടിമപ്പെട്ട സമയത്ത് തിരുവോസ്തിയുടെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ കാര്യം മാത്രം, മറ്റുള്ള വ്യഗ്രതകളെക്കാൾ ഉപരി കർത്താവിനെ അന്വേഷിക്കാൻ എന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെട്ട് പരിശുദ്ധ കുർബാന പള്ളിയിൽ നടക്കുമ്പോൾ അവഗണിക്കാതെ, മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 1-7 വാക്യം, നീ ബലിപീഠത്തെ നിസ്സാരമാക്കി കരുതരുത്. ഒക്കെയാണ് പല പേരൻസും പല മാതാപിതാക്കളും വന്ന് പറയാറുള്ള കംപ്ലൈൻറ്റ്, കുട്ടി പഠിക്കുന്നില്ല, കുട്ടികൾ അനുസരിക്കുന്നില്ല, കുട്ടികൾക്ക് വീട്ടിൽ ഒരു വിധേയത്വമില്ല. ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റുകളൊക്കെ വന്ന് പറയുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ നൽകാറുള്ള ഒറ്റ ഉത്തരവുള്ളൂ, പ്രിയ മാതാപിതാക്കളെ, ഒരു ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, എല്ലാവിധ പുണ്യങ്ങളും തരാൻ കഴിവുള്ളവൻ, ആത്മീയമായും ശാരീരികവും മാനസികമായും എല്ലാ അനുഗ്രഹങ്ങളും തരാൻ കഴിവുള്ള ദൈവം അൾത്താരെ വരുമ്പോൾ ട്യൂഷനും മറ്റ് വ്യഗ്രതകൾക്കൊക്കെയും പ്രാധാന്യം കൊടുത്ത് കുഞ്ഞുങ്ങളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വിടാതെ ഇരിക്കുന്ന പാരൻസ് പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. പിന്നീട് അതിൻ്റെ അനുഗ്രഹക്കുറവ് വീട്ടിലുണ്ടായിരിക്കും. കാരണം കർത്താവിന് മാത്രം, കർത്താവ് ഈശോ പറഞ്ഞിട്ടില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അറിയുന്നൊരു കുഞ്ഞ്, അവന് ഡോക്ടറാവണമെന്ന് വലിയ ആഗ്രഹം. അവന് അധികം അതായത് വലിയ കഴിവുകളൊന്നുമില്ല, വലിയ പഠിപ്പിൽ വലിയ മാർക്കൊന്നും കിട്ടാറില്ല, ആവറേജ് മാർക്ക്. പക്ഷേ അവനെന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോവും. വിശുദ്ധ കുർബാന കൂട്ടിപ്പിടിക്കുന്ന ഒരു കുഞ്ഞ്. എപ്പോഴും അവൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഉണ്ടായിരിക്കും. നീറ്റ് എക്സാമിന് അവന് എൻട്രൻസ് എക്സാമിന് പോയിരുന്നപ്പോൾ അവൻ പറയുകയാണ്, അവൻ പങ്കുവെച്ചൊരു കാര്യമാണ്, പരീക്ഷ എഴുതുമ്പോൾ ഓരോ ഓപ്ഷനും ഉള്ളിരുന്ന ഒരു സ്വരം വരാം, ഇത് ശരി ഇത് തെറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അവൻ നല്ലൊരു മെഡിക്കൽ കോളേജിൽ 4ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധ്യമായിട്ടുള്ള സാധ്യമാക്കുന്ന ദൈവം പരിശുദ്ധ കുർബാനയിലുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 1393, ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നു, കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു, ഭാവി പാപങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അവർക്കാണ് ഒരു അക്രൈസ്തവനായ മകൻ കഴിഞ്ഞകാല പാപത്തിൻ്റെ എല്ലാ ഭാരവുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ വ്യക്തി ചോദിച്ചു, സിസ്റ്ററെ എന്താ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? തൊട്ടടുത്ത് ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരാധനയിൽ കുറച്ചു നേരം പോയിരിക്കാൻ പറഞ്ഞു. നമ്മുടെ മനുഷ്യ വാക്കുകൾക്കൊന്നും ഒരു വിടുതൽ കൊടുക്കാൻ പറ്റില്ല, കർത്താവിന് മാത്രം. കാരണം മനസ്സും ശരീരവും ആത്മാവും സൃഷ്ടിച്ചവന് മാത്രമേ പരിപൂർണ മോചനം കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അവൻ ആരാധനയിൽ പോയിരുന്നു. ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ശരീരം കത്തിജ്വലിക്കുന്ന മാതിരി എൻ്റെ ആത്മാവിൽ ഒരു മനസ്സിൽ ഭയങ്കര ആനന്ദം നിറഞ്ഞു. ഈ ആനന്ദം വിശുദ്ധ കുർബാനയിലുള്ള ജീവനുള്ള ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഞാൻ ഓർക്കണം മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഞാനൊരു ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ, ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ഈശോ ഇങ്ങനെ കാണിച്ചു തരണം, ഒരു കട്ടിൽ വയ്യാതിരിക്കുന്ന ഒരു ചേച്ചി, ഒരു പ്രത്യേകം പേരെഴുതി കാണിച്ചു, ആ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി ഈശോയെ കരുണ തോന്നുന്ന ചേച്ചിയുടെ മേലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ചേച്ചി മരിച്ചതായിട്ട് എനിക്ക് ഫോൺ വന്നു. ഒരു മനുഷ്യൻ്റെ അത്രമാത്രം ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുകയും അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു ദൈവം, കൂടെ നടക്കുന്ന ഒരു ദൈവം. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ 3:22 വാക്യം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളെത്ര ഭാഗ്യവാന്മാരാ. കൂടെയുള്ള ദൈവം ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിലും ഒരു നല്ല സമരായനെ പോലെ ആശ്വസിപ്പിക്കാൻ, ചങ്കിലിരിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ ആരുണ്ട്? ഈ നിധി കണ്ടെത്തണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6:35 വാക്യം പറയുന്ന മാതിരി, എൻ്റെ അടുക്കൽ വരണം, എന്നെ വിശ്വസിക്കണം. എൻ്റെ അടുക്കൽ വരണം, എന്നെ വിശ്വസിക്കണം. ദിവ്യകാരുണ്യ ആരാധന സഭാസ്ഥാപകൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് ഞങ്ങളുടെ സഭാസ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ 100-ാം നമ്പർ ഇടയലേഖനത്തിൽ ഇപ്രകാരം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പിതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതാ ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം. ഇതിൽ കൂടുതലായി ദൈവത്തിന് ഒന്നും ചെയ്യുവാനില്ല. മനുഷ്യ ഹൃദയത്തെ മനുഷ്യനായ ദൈവത്തിൻ്റെ ഹൃദയത്തോടും, മനുഷ്യാത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവോടും, മനുഷ്യ ശരീരത്തെ ദൈവമായ കർത്താവിൻ്റെ തിരുശരീരത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുഴുവനും നിത്യമായി നമുക്ക് നൽകുകയും ലോക പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ നിത്യബലിയാകുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് എന്തു ചെയ്യാൻ കഴിയും? ഇതാ ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം. ഇതിൽ കൂടുതലായി ദൈവത്തിന് ഒന്നും ചെയ്യുവാനില്ല. മനുഷ്യ ഹൃദയത്തെ മനുഷ്യനായ ദൈവത്തിൻ്റെ ഹൃദയത്തോടും, മനുഷ്യാത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവോടും, മനുഷ്യ ശരീരത്തെ ദൈവമായ കർത്താവിൻ്റെ തിരുശരീരത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുഴുവനും നിത്യമായി നമുക്ക് നൽകുകയും ലോക പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ നിത്യബലിയാകുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം ഈ വലിയ സ്നേഹത്തെ തിരിച്ചറിയണം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിത യാത്രയിൽ ഈശോ പലപ്പോഴും എനിക്ക് ദിവ്യകാരുണ്യത്തിൽ ഞാൻ കേൾക്കുന്ന ഒരു സ്വരമുണ്ട്, വിഷമിക്കണ്ടാട്ടാ, എനിക്ക് നിന്നെ വിട്ടു പോകാൻ കഴിയില്ലേട്ടാ. വിഷമിക്കണ്ടാട്ടാ, എനിക്ക് നിന്നെ വിട്ടു പോകാൻ കഴിയില്ലേട്ടാ. ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ പനി പിടിച്ച് കിടക്കാം, നല്ല പനിയാണ്, 104, 103 അങ്ങനെ ആ റേഞ്ചിൽ പനി പിടിച്ച് കിടക്കാം. അന്ന് രാവിലെ പരിശുദ്ധ കുർബാന തരാനായിട്ട് സിസ്റ്റേഴ്സ് പരിശുദ്ധ കുർബാന തന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ കുറച്ച് നേരം സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ പാടി തന്നൊരു, എൻ്റെ കുഞ്ഞെ പൊന്നോമലെ നിൻ്റെ ദൈവം ഞാനല്ലയോ, എൻ്റെ കുഞ്ഞെ പൊന്നോമലെ നിൻ്റെ ദൈവം ഞാനല്ലയോ. അത് കേട്ട വഴി ശരീരം മനസ്സിലുള്ള ബോഡി പെയിൻ ഒക്കെ വിട്ടുപോയി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:35 വാക്യത്തിൽ നിൻ്റെ എല്ലാ ദാഹങ്ങളും വിശപ്പും ശമിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ മൂല്യമുള്ളൂ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയില്ലാത്ത ജീവിതം ശൂന്യമാകും, നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിയണം. ഒരുപക്ഷെ ജോലിയും മറ്റു കാര്യങ്ങളും പഠന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിതങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ശരീരത്തിൽ ഈശോ വന്നു കഴിഞ്ഞാൽ, മനസ്സിൽ കർത്താവ് നിറഞ്ഞാൽ, ആത്മാവിൽ കർത്താവ് നിറഞ്ഞാൽ പിന്നെ ഈശോയാണ് പ്രവർത്തിക്കുക. നമ്മളൊരു മീഡിയേറ്റ് ആയിട്ട് നിന്നാൽ മതി, ബാക്കി കർത്താവ് എല്ലാം ചെയ്തുകൊള്ളും. അതിനാൽ ഇന്നു തുടങ്ങി നമുക്കൊരു തീരുമാനം എടുക്കാം, പരിശുദ്ധ കുർബാനയെ ഞാൻ വിലമതിക്കുന്ന ഒരു വ്യക്തിയാകും. വിശ്വസ്തനായ ഒരു സ്നേഹിതൻ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെങ്കിൽ പിന്നെ മറ്റു ബന്ധങ്ങളൊക്കെ അതിനേക്കാളും താഴെയുള്ളൂ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും, ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വണ്ടി വാങ്ങണം, ഒരു ഫ്രിഡ്ജ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വാട്ടർ പ്യൂരിഫയർ വേണം, എല്ലാ കാര്യങ്ങളും ഈശോ ഉത്തരം തരുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്.
ഈശോ എല്ലാ കാര്യങ്ങളും ഈശോടൊന്ന് ആലോചന ചോദിച്ചാൽ മതി. ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം, യോഗ്യമായ ഹൃദയത്തോടെ ആയിരിക്കണം ഇതൊക്കെ. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതൊരു കാര്യം മനസ്സിൽ വെക്കണം കേട്ടോ. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന. ഒരു ചെറിയ ചിന്ത പോലും കൃപയ്ക്ക് ഉള്ളതുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റില്ല. അതിന് കത്തോലിക്ക സഭ നമുക്ക് ധാരാളം മാർഗങ്ങൾ തന്നിട്ടുണ്ട്. വിശുദ്ധ കുമ്പസാരം നടത്തി ഒരുങ്ങിയ ശേഷമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങണം നന്നായിട്ട്, ബലിവസ്തുക്കൾ ഒരുക്കണം, വിശുദ്ധരോട് ഒരുക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവിനോടും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കാൻ പറയണം. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഓരോ സ്റ്റെപ്പിലും ഓരോ കാര്യത്തിലും കർത്താവ് ഏത് വേണം, എങ്ങനെ മുന്നോട്ട് പോകണം, വരാനിരിക്കുന്ന അപകടങ്ങൾ എല്ലാം ഈശോ കാണിച്ചു തരും. ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പ്രിയപ്പെട്ട സഹോദരി, എന്തൊരു സുഖമാണ് ജീവിതത്തിൽ, എന്തൊരു ആനന്ദമാണെന്നും. കർത്താവിൻ്റെ കൂടെ നടന്നാൽ എല്ലാം കർത്താവ് ക്രമീകരിക്കും. എല്ലാം കർത്താവ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. ഈ ദൈവത്തിൽ വിശ്വസിക്കാം. വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കരുതെന്നും. കുറേ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ദിവ്യകാരുണ്യ ആരാധന ലഭ്യമാണ്. ആരാധനയുടെ മുമ്പിൽ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് എന്നെ കാത്തിരിക്കുന്ന 2000 വർഷമായിട്ട് എന്നെ കാത്തിരിക്കുന്ന തിരുവോസ്തിയുടെ മുമ്പിൽ ഒരല്പനേരം ചെലവഴിക്കാനായിട്ട് നല്ല മനസ്സുണ്ടെങ്കിൽ ജീവിതം അനുഗ്രഹമാകും. ഈ തീരുമാനം നമുക്കെടുക്കാം.